പലയിടങ്ങളിലും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ പിന്നീട് ആവർത്തിച്ച് കേൾക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ശൈലി ആവർത്തിക്കപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. തുറന്നു പറച്ചിലുകളുടെ ഒരു കൂടായിരുന്നു VS എന്ന് പറയാം. ആ തുറന്നു പറയുമ്പോൾ നട്ടെല്ലുള്ള നേതാവ് എന്ന് നമ്മൾ എപ്പോഴും പറയുന്നത് അത് അത്രത്തോളം അനുയോജ്യനായൊരു നേതാവായിരുന്നു VS എന്നുള്ളതാണ്. ആരെയും പേടിക്കാതെ പറയാനുള്ള കാര്യം ആരെയും പേടിക്കാതെ എവിടെയും തുറന്നു പറയുന്ന, അല്ലെങ്കിൽ ഇനി എന്ത് എന്നോ നോട്ടമൊന്നുമില്ലാതെ തൻ്റെ ആശയം തുറന്നു പറയുന്ന ഒരു നേതാവായിരുന്നു VS അച്യുതാനന്ദൻ. അത്തരത്തിലുള്ള വളരെ കുറച്ച് നേതാക്കളിൽ ഒരാളായി അദ്ദേഹത്തിനെ ഓർത്തിരിക്കുന്നതും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൊണ്ട് തന്നെയായിരിക്കും. തൊഴിലാളികളുടെ നേതാവായി നിന്ന് അങ്ങനെ വളർന്നു വന്നതുകൊണ്ട് തന്നെയാകണം എവിടെയൊരു സമരം നടന്നാലും ആ സമരത്തിൻ്റെ ആവശ്യം എന്ത് എന്ന് അറിഞ്ഞുകൊണ്ട് അവർക്കൊപ്പം നിൽക്കുന്ന VSനെ നമ്മൾ കണ്ടു. അതിപ്പോൾ മല കയറിയാണെങ്കിലും ഒരുപാട് ദൂരം നടക്കാനാണെങ്കിലും ഒക്കെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നടക്കുന്ന VSനെ നമ്മൾ കണ്ടു. കഴിഞ്ഞ ദിവസം എഴുത്തുകാരിയായ VSൻ്റെ മരണം സംഭവിച്ച ശേഷം എഴുത്തുകാരിയായ സൂസൻ ജോർജ് എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് അത് നമ്മുടെയൊക്കെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നതും അത്ഭുതപ്പെടുത്തുന്നതുമായിരുന്നു. നമുക്കറിയാം സൂര്യനെല്ലി കേസുമായി ബന്ധപ്പെട്ട് അവർ എഴുതിയ ആ പോസ്റ്റ് അതിപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. അന്ന് സൂര്യനെല്ലി കേസ് സമയത്ത് VS അച്യുതാനന്ദൻ തന്നെ ഒന്ന് കാണണമെന്ന് പറയുകയും അങ്ങനെ ഒരു ഫോൺ കോൾ വരികയും VSനെ പോയി കാണുകയും ചെയ്തു എന്ന് പറയുന്നു എഴുത്തുകാരി. അതിനുശേഷം VS ആ പെൺകുട്ടിയെ ഒന്ന് കണ്ട് സംസാരിക്കണം, അവരുടെ കുടുംബത്തോട് സംസാരിക്കണമെന്ന് പറയുകയും അവിടെ പോയി സംസാരിച്ച് അവരുടെ ദുഃഖം മാറുന്നതിനുള്ള, അല്ലെങ്കിൽ അവരെ ചേർത്ത് നിർത്തി പറഞ്ഞ കാര്യങ്ങൾ അവരുടെ സങ്കടങ്ങളെല്ലാം കേട്ട ശേഷം സംസാരിച്ച ശേഷം അവരെ ആശ്വസിപ്പിച്ചു. അതിനുശേഷം VSൻ്റെ പക്കലുണ്ടായിരുന്ന 1 ലക്ഷം രൂപ എടുത്ത കുടുംബത്തിന് നീട്ടി എന്നുള്ളതാണ്. അത് വാങ്ങണമോ എന്ന് അവരിങ്ങനെ ആശങ്കപ്പെട്ട് നിന്നപ്പോൾ VS പറഞ്ഞ കാര്യം അതാണ് സൂസൻ ജോർജ് എഴുതിയിരിക്കുന്നത്. അവളുടെ മുത്തച്ഛൻ തരുന്നതാണ് എന്ന് കരുതിയാൽ മതി എന്നുള്ളതാണ്. ഇത് അവളുടെ മുത്തച്ഛൻ തരുന്നതാണ്, വാങ്ങിക്കോളൂ എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഇത് എൻ്റെ പെൻഷൻ കാശ് സൂക്ഷിച്ചു വെച്ച് ഞാൻ നൽകുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരിക്കലും ഒരു നേതാവും ചെയ്യാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്കങ്ങനെ കേട്ട് പരിചയമില്ലാത്ത കാര്യങ്ങൾ, ഇതൊന്നും ഒരിക്കലും പുറത്തു വന്നിട്ടുള്ള കാര്യങ്ങളല്ല. ഇപ്പോൾ അദ്ദേഹം നമ്മളോട് വിട പറഞ്ഞു പോകുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഓരോ കാര്യങ്ങളും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിന്ന ആളുകൾ പുറത്തേക്ക് വിടുമ്പോഴാണ് നമ്മളത് അറിയുന്നത്. ഇത്തരത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളിലൊക്കെ അങ്ങേയറ്റം ഇടപെട്ടിരുന്ന ഒരു വലിയ നേതാവ്, ധീരനായ നേതാവ്, പോരാളിയാണ് ഇപ്പോൾ മടങ്ങുന്നത്. മണ്ണിൽ നിന്ന നേതാവായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മടക്കം ഇത്രയധികം സജീവമാക്കാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു നോക്ക് കാണാനായി നിരവധി ആളുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് വശങ്ങളിൽ കാണാം, ചെറിയ കുഞ്ഞുങ്ങളെയും ഒക്കെ എടുത്ത് എത്ര പേരാണ് അങ്ങോട്ടേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ വിചാരിച്ച സമയത്ത് പല സ്ഥലങ്ങളിലും എത്താൻ കഴിയാത്ത അവസ്ഥയുണ്ട്. അത്രത്തോളം ആളുകൾ ഇപ്പോഴും എത്തുന്നു. ഇരുവശങ്ങളിലും നിന്ന് അദ്ദേഹത്തെ കാണാൻ, മുദ്രാവാക്യം വിളിക്കാൻ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ വിലാപയാത്ര വെട്ട് റോഡിലേക്ക് കടക്കുകയാണ്. കഴക്കൂട്ടത്ത് തന്നെയാണ് ഉള്ളത്. 4.5 മണിക്കൂർ പിന്നിടുകയാണ്. അവിടെ നിന്നും പ്രിയപ്പെട്ട നേതാവിൻ്റെ വിലാപയാത്ര പുറപ്പെട്ടിട്ട്. പക്ഷേ ഇപ്പോഴും അത് വളരെ വേഗത കുറച്ച് മാത്രമേ പോകാൻ കഴിയുന്നുള്ളൂ എന്നുള്ളതാണ്.